നമസ്കാരം. തുല്യതാ ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തുല്യതാ ലാബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 തുല്യതയ്ക്ക് പഠിക്കുന്ന പഠിതാക്കൾക്ക് വേണ്ടി ഇക്കണോമിക്സിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950 മുതൽ 1990 വരെ. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിലുള്ള കമൻറ്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലാസ്സും നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ സ്വീകരിക്കുമെന്ന് കരുതട്ടെ. എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എപ്പോഴും സഹായം നൽകും എന്നതിൽ സംശയം വേണ്ട. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരുമെന്നുറപ്പുള്ള ഭാഗങ്ങൾ മാത്രമാണ്. അതിലൊന്നാമത്തെ ഭാഗം വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ ഏതെല്ലാം എന്നതാണ്. നമുക്ക് ആ ചാപ്റ്ററിൽ തുടക്കത്തിൽ തന്നെ പഠിക്കാനുള്ളതാണ് വിവിധ തരം സമ്പദ് വ്യവസ്ഥകൾ. നമുക്കറിയാം, ലോകത്ത് 3 തരം സമ്പദ് വ്യവസ്ഥകളാണ് നിലവിലുള്ളത്. ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, 2 സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, 3 മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ ഒരു ചോദ്യം നമുക്ക് ഇത് ഓരോന്നും ചേരുംപടി ചേർക്കേണ്ട രീതിയിലാണ് ചോദ്യം വരാറുള്ളത്. അതായത് 2 കോളങ്ങളിലായിട്ട് ഈ ചോദ്യങ്ങളെ തന്ന് എന്നിട്ട് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക. അതായത് ഒരു സൈഡിൽ ഈ 3 സമ്പദ് വ്യവസ്ഥകളുടെ പേര് കൊടുത്തിട്ട് രണ്ടാമത്തെ സൈഡിലെ കോളത്തിൽ അത് എന്തൊക്കെയാണ് ഓരോ സമ്പദ് വ്യവസ്ഥയിലും പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതിനെ കാണിക്കുന്ന ചില വേർഡുകൾ ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പേരെന്ത് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ് എന്നുള്ളത്. എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ ഉടമസ്ഥതയിൽ കീഴിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അതിൻ്റെ മറ്റൊരു പേര് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നുകൂടിയുണ്ട്. വളരെ സിമ്പിളാണ്. എല്ലാ ഉൽപാദനോപാധികളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥർ ആ രാജ്യത്തെ കുത്തകകളായിരിക്കും അല്ലെങ്കിൽ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായിരിക്കും എന്ന ഒരു എക്കോണമിയാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ആ പേരിൽ തന്നെ ഉണ്ട്, എല്ലാ വസ്തുക്കളുടെയും ഉടമ മുതലാളിയായിരിക്കും എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതായത് സ്വകാര്യ വ്യക്തികളായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു പേര് മാർക്കറ്റ് ഇക്കോണമി അഥവാ കമ്പോള സമ്പദ് വ്യവസ്ഥ. രണ്ടാമത്തേത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെൻറ് ഉടമസ്ഥതയിൽ, സോഷ്യലിസമാണ് അവിടെ. എല്ലാവർക്കും തുല്യ പങ്കാളിത്തമുള്ള ഒരു എക്കോണമിയാണ്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മുഴുവൻ എല്ലാവരുടേതുമായിരിക്കും. അങ്ങനെയുള്ളത് ഗവൺമെൻറ് ആണ്. എല്ലാവരും തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഗവൺമെൻറ്. അപ്പോൾ ആ ഗവൺമെൻറ് ആണ് രാജ്യത്തിൽ എല്ലാ വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നതും വില നിശ്ചയിക്കുന്നതും വിൽപ്പന നിശ്ചയിക്കുന്നതും എല്ലാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഉൽപാദന ഉപാധികൾ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അതിൻ്റെ മറ്റൊരു പേരെന്ത് എന്ന് കൃത്യമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്നാണ് നമ്മൾ അതിനെ പറയുക. അതായത് കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ. കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ഏത് എന്ന് ചോദിച്ചാൽ അത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തേത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? ഒന്ന് നോക്കൂ. മിശ്രം, മിശ്രിതം, അല്ലെ, കൂടിച്ചേർന്നതാണ്. ഏതൊക്കെയാണ് അത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും കൂടിച്ചേർന്നുണ്ടായ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഇന്ത്യയാണ് ഇതിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് താഴെ പറയുന്നവയിൽ ഉദാഹരണം ഏത് എന്ന് ചോദ്യം തന്നിട്ട് അവിടെ ഓപ്ഷൻ കൊടുക്കുന്ന രാജ്യങ്ങളുടെ പേരുകൾക്കിടയിൽ ഇന്ത്യയുടെ പേരുണ്ടാകും, അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പേരുണ്ടാകും, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പേരുണ്ടാകും. പക്ഷേ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ
നമ്മുടെ രാജ്യത്ത് നിന്ന് ആയതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പേരാണ് കൊടുക്കാറുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കുമ്പോൾ ഒരു 4 മാർക്ക് വരെയൊക്കെ ചോദിക്കാം. പക്ഷേ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ചേരുംപടി ചേർക്കുന്നതിലോ അല്ലെങ്കിൽ വൺ വേർഡ് ചോദ്യങ്ങളിലോ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ പ്ലാനിങ് കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പ്ലാനിങ് ശില്പി ആരാണ്? PC മഹലനോബിസ് എന്നാണ് ആൻസർ വരുന്നത്. പ്രസന്ന ചന്ദ്ര മഹലനോബിസ്, അതാണ് PC മഹലനോബിസ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഈ പ്ലാനിങ് അന്ന് എന്തു പേരിൽ അറിയപ്പെട്ടിരുന്നത്? പഞ്ചവത്സര പദ്ധതികൾ. ഇന്ത്യയിലെ പ്ലാനിങ് എന്തു പേരിൽ അറിയപ്പെട്ടിരുന്നത്? പഞ്ചവത്സര പദ്ധതികൾ. അതായത് 5 വർഷക്കാലത്തേക്കാണ് നമ്മൾ രാജ്യത്തിൽ എന്തൊക്കെ ചെയ്യണം, ചെയ്യേണ്ട, എന്തൊക്കെ നിർമ്മിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന 5 വർഷക്കാലത്തേക്കായിരുന്നു. അതുകൊണ്ടാണ് അതിനെ പഞ്ചവത്സരം, 5 വർഷം എന്ന രീതിയിൽ അതിനെ ഉദ്ദേശിച്ച് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയുടെ പേര് മാറിയിട്ടുണ്ട്. അത് ഇപ്പോൾ അറിയപ്പെടുന്നത് നീതി ആയോഗ് എന്ന പേരിലാണ്. ഓക്കെ, നീതി ആയോഗ് എന്ന പേരിലാണ്. അപ്പോൾ ചോദ്യം ചോദിക്കാം, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയിൽ നടപ്പാക്കിയ വർഷം ഏതാണ്, അല്ലെങ്കിൽ ആരംഭിച്ച വർഷം ഏതാണ്? ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങിയത് 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് 1951. ഓക്കെ, അത്രയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഇന്ത്യയിലേക്ക് പ്ലാനിങ് കൊണ്ടുവന്നത് നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചാൽ അത് USSRൽ നിന്നാണ്, അതായത് ഇന്നത്തെ റഷ്യയിൽ നിന്നാണ്. ഓക്കെ, USSR അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പ്ലാനിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്? പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും പ്ലാനിങ്ങിന് 4 ലക്ഷ്യങ്ങളാണുള്ളത്. അത് പോയിന്റ് മാത്രമായിട്ട് പഠിക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഒന്ന് സാമ്പത്തിക വളർച്ചയാണ്. സാമ്പത്തിക വളർച്ച. രണ്ടാമത്തേത് ആധുനീകരണമാണ്. മൂന്നാമത്തേത് സ്വാശ്രയത്വം. 4 സാമൂഹ്യ നീതി. ഓക്കെ, അപ്പോൾ 4 ലക്ഷ്യങ്ങളാണ് ഇന്ത്യയിലെ പ്ലാനിങ് നടപ്പിലാക്കുമ്പോൾ ആ പ്ലാനിങ്ങിനുള്ള ലക്ഷ്യങ്ങൾ, ഇന്ത്യ എന്താക്കി മാറ്റണം എന്നതിന് സംബന്ധിച്ചുള്ള ലക്ഷ്യങ്ങളാണ്. അതെന്താ? ഒന്ന് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുക, രണ്ടാമത്തേത് ആധുനികവൽക്കരിക്കുക, മൂന്നാമത്തേത് സ്വാശ്രയത്വം, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആ ഒരു അളവ് കുറയ്ക്കുക, അതാണ് സ്വാശ്രയത്വം. അതുപോലെ സാമൂഹ്യ നീതി, രാജ്യത്തിലെല്ലാവർക്കും തുല്യ നീതി ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 4 അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കും. ഓക്കെ, ഇനി ഈ പ്ലാനിങ് നമ്മൾ പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞു, ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച്. ആ പഞ്ചവത്സര പദ്ധതി നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻസ് കൊടുത്തത് കാർഷിക മേഖലയ്ക്കാണ്. അതിന് ഫലമായിട്ട് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയുള്ള പരിഷ്കാരങ്ങൾ ഒന്ന് എന്താ പറയുക, ഭൂപരിഷ്കരണമാണ്. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഭൂമി കർഷകർക്ക് നൽകുക, ഭൂമിയുടെ കൈവശം വയ്ക്കാവുന്ന പരിധി നിശ്ചയിക്കുക, ബാക്കി വരുന്ന ഭൂമി മിച്ചഭൂമിയായി കണക്കാക്കുക, അത് കർഷകരല്ലാത്ത ആളുകൾക്ക് വിതരണം ചെയ്യുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതെങ്കിൽ അതിൻ്റെ രണ്ടാമത്തൊരു ഘടകമുണ്ടായിരുന്നു. അത് ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ. പരീക്ഷയ്ക്ക് 5 മാർക്കിൻ്റെ നല്ല ഒരു സുവർണമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഏത്? ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രീൻ റവല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് ഹരിത വിപ്ലവം? അത് പഠിക്കണം. ഹരിത വിപ്ലവത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് പഠിക്കണം. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ അത് പഠിക്കണം. ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കാറുണ്ട്. അത് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിത വിപ്ലവം എന്ന് പറയുന്നത്
കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ ആധുനിക കൃഷി സമ്പ്രദായമാണ് ഹരിത വിപ്ലവം. ഓക്കെ, ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ ആധുനിക കൃഷി രീതിക്ക് പറയുന്ന പേര് സമ്പ്രദായമെന്നോ കൃഷി രീതി എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കൃഷിയെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി, അതായത് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, കാർഷിക മേഖലയിൽ ഉൽപാദനം കൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ആധുനിക കൃഷി രീതിക്ക് പറയുന്ന പേരാണ് ഈ ഹരിത വിപ്ലവം എന്നുള്ളത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് MS സ്വാമിനാഥൻ എന്ന വ്യക്തിയാണ്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഓക്കെ, MS സ്വാമിനാഥൻ. ഓക്കെ, അതായത് ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക വിളകളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം. ഓക്കെ, ഇത് വേറെ എന്തെങ്കിലും ലഹളയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒന്നാണ്. ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വ്യക്തിയുടെ പേര് MS സ്വാമിനാഥൻ എന്നാണ്. നമ്മുടെ മലയാളി, പാലക്കാട്ടുകാരൻ. ഈ അടുത്ത കാലത്ത് അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്? അതായത് ഹരിത വിപ്ലവം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചില ഘടകങ്ങൾ പറയുന്നുണ്ട്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വേണം. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, അതായത് ഹരിത വിപ്ലവം വഴി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ തന്നെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉപയോഗത്തിന്റെ ഫലമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തിൽ കാർഷിക ഉൽപാദനം നടത്താൻ സാധിച്ചു, വിളവുണ്ടാക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഘടകങ്ങൾ? ഒന്ന്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. രണ്ടാമത്തേത് രാസവളം കീടനാശിനി. മൂന്നാമത്തേത് ആധുനിക ഉപകരണങ്ങളാണ്. ആധുനിക ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രാക്ടർ, പമ്പ് സെറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതുപോലെ ജലസേചന സൗകര്യങ്ങൾ. ഓക്കെ, അതുപോലെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകൽ. ഓക്കെ, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ. ഇതെല്ലാം നിങ്ങൾ പോയിന്റ് ആയിട്ട് താഴേക്ക് എഴുതുകയാണ് വേണ്ടത്. ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ് പോയിന്റ് ആക്കിയിട്ട് താഴേക്ക് എഴുതുക. ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, ആധുനിക ഉപകരണങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, വായ്പാ സൗകര്യങ്ങൾ. ഓക്കെ, ഇത്രയാണ് ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും? അതിന് നമ്മൾ രണ്ട് ഹെഡിങ് ആയിട്ട് അങ്ങോട്ട് എഴുതി വെക്കണം. ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം. അതിൽ നമ്മൾ പോയിന്റ് ആയിട്ട് പഠിക്കുക. ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കി, ഒന്നാമത്തെ ഗുണമായിട്ട് പറയുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഭക്ഷ്യധാന്യ ശേഖരം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഭക്ഷ്യധാന്യ ശേഖരം ഉണ്ടാക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തേത്, കുറഞ്ഞ വിലയ്ക്ക് ധാന്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. നാലാമത്തേത്, ദാരിദ്ര്യം കുറക്കാൻ സാധിച്ചു. ഓക്കെ, വളരെ സിമ്പിളായുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ കൂടുതൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ ഇല്ലാത്തതുണ്ടോ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതാണ് ഭക്ഷ്യക്ഷാമം ഇല്ലാതായി. രാജ്യത്ത് ഒരുപാട് പേര് പട്ടിണിയിലായിരുന്നു. ആ പട്ടിണിയൊക്കെ മാറ്റാൻ സാധിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം ഉണ്ടാക്കാൻ സാധിച്ചു. വലിയൊരു ശേഖരം അല്ലേ, ഭക്ഷ്യധാന്യ ശേഖരം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ കുറഞ്ഞ വിലയ്ക്ക് ധാന്യങ്ങൾ നമുക്ക് റേഷൻ ഷോപ്പ് വഴിയൊക്കെ വിതരണം ചെയ്യാൻ സാധിച്ചു. അതുപോലെ ദാരിദ്ര്യം കുറക്കാൻ സാധിച്ചു. ഇത്രയാണ് ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ. എങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ ഉണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് ദോഷങ്ങളുണ്ടാവും. എന്തൊക്കെയാണ് ദോഷങ്ങൾ? ഒന്ന്, ധനിക ദരിദ്ര കർഷകർ തമ്മിലുള്ള അന്തരം കൂട്ടി എന്നാണ് പറയുന്നത്. ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം, കർഷകർക്കിടയിൽ ധനിക കർഷകരുണ്ട്, ദരിദ്ര കർഷകരുണ്ട്. ഇങ്ങനെയുള്ള കർഷകർ തമ്മിലുള്ള അന്തരം, ആ വ്യത്യാസം കൂടാൻ അത് കാരണമായി. അതുപോലെ തന്നെ ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ കൂടുതലും ലഭിച്ചത് ധനികരായിട്ടുള്ള കർഷകർക്ക് മാത്രമാണ്. അതുപോലെ ദരിദ്ര കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ പോയിന്റ് ആണിത്. ദരിദ്ര കർഷകരുടെ ജീവിത നിലവാരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ കൂടുതലും കിട്ടിയത് ആർക്ക് മാത്രമാണ്? ധനികരായിട്ടുള്ള കർഷകർക്ക് മാത്രമാണ്. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് യന്ത്രവൽക്കരണം രാജ്യത്ത് തൊഴിൽ നഷ്ടമുണ്ടാക്കി. ജനങ്ങൾക്ക്, അതായത് കർഷകർക്ക് തൊഴിൽ നഷ്ടമുണ്ടാക്കാൻ കാരണമായി. അല്ലെങ്കിൽ യന്ത്രവൽക്കരണം അവിടെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങൾ
കാര്യങ്ങളായിട്ട് പറയുക. ഈ മുഴുവൻ കാര്യങ്ങളും നമുക്ക് 5 മാർക്കിനായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കാർവേ കമ്മിറ്റി എന്താണ്. ഓക്കെ, കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് അതൊരു വ്യക്തിയുടെ പേരിൽ, വില്യം കാർവേ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു നമ്മുടെ രാജ്യത്തിലെ ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി പറയുന്ന പേരാണ് കാർവേ കമ്മിറ്റി. 1955 അത് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ 1955 ചെറുകിട വ്യവസായങ്ങളെ, രാജ്യത്തിനകത്തുള്ള ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. ഈ കമ്മിറ്റി ഗവൺമെന്റിലേക്ക് കൊടുത്ത ശുപാർശ എന്താണെന്ന്, അത് ഗ്രാമങ്ങൾ വികസിക്കുന്നതിനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും ചെറുകിട വ്യവസായങ്ങൾ സഹായകമാകും എന്നാണ്. രാജ്യത്തിലെ ഗ്രാമങ്ങൾ വികസിക്കുന്നതിനും അതുപോലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിനകത്ത് ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഈ ചെറുകിട വ്യവസായങ്ങൾ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെറുകിട വ്യവസായങ്ങളെ ഗ്രാമങ്ങളിലൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ചെറുകിട വ്യവസായങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പ്രസക്തി എന്താണ്, അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. ചെറുകിട വ്യവസായങ്ങളുടെ മേന്മകൾ അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി എന്ന് ചോദിക്കാറുണ്ട്. അത് നോക്കാം. ഒരു 4 പോയിന്റ് നമുക്ക് പഠിച്ചു വെക്കാം. ഒന്ന്, ഗ്രാമങ്ങളിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രാമങ്ങളിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു. രണ്ടാമത്തേത്, കുറഞ്ഞ മുതൽ മുടക്ക് മതി. ഈ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ കുറച്ച് പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ വ്യവസായം ആരംഭിക്കാം. അതാണ് കുറഞ്ഞ മുതൽ മുടക്ക് മതി എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, പരിസ്ഥിതി മലിനീകരണം കുറവായിരിക്കും. ഓക്കെ, അതായത് ചെറിയ ഒരു സ്ഥാപനമാകുമ്പോൾ, അതായത് ചെറുകിട വ്യവസായമാകുമ്പോൾ മലിനീകരണങ്ങളൊക്കെ കുറവായിരിക്കും. അതുപോലെ അസംസ്കൃത വസ്തുക്കളൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ലഭിക്കും. അതായത് ചെറുകിട വ്യവസായത്തിൽ എന്താണോ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്, ആ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ എന്ത് വസ്തുവാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ മേന്മകൾ. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകുന്നു. 1956 വ്യവസായ നയപ്രമേയം ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. 1956 വ്യവസായ നയപ്രമേയം ഇന്ത്യയിലെ വ്യവസായങ്ങളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു, ഏതെല്ലാം, അങ്ങനെയാണ് ചോദിക്കുക. 1956 വ്യവസായ നയപ്രമേയം ഇന്ത്യയിലെ വ്യവസായങ്ങളെ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ, അതായത് ഗവൺമെന്റ് മാത്രം നടത്തുന്ന വ്യവസായം. രണ്ടാമത്തേത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വ്യവസായം, രാജ്യത്തിലെ വ്യക്തികൾക്ക്, എനിക്കോ നിങ്ങൾക്കോ ആർക്കും, അങ്ങനെ വ്യക്തികൾക്ക് മാത്രമായിട്ട് അവരുടെ പേരിൽ നടത്തുന്ന വ്യവസായങ്ങൾ. മൂന്നാമത്തേത് സർക്കാരിനും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള വ്യവസായങ്ങൾ, അതായത് ഗവൺമെന്റും പകുതി വ്യക്തികളും അല്ലെങ്കിൽ രണ്ടു കൂട്ടരും കൂടെ ചേർന്ന് നടത്തുന്ന വ്യവസായങ്ങൾ. ഇങ്ങനെയാണ് വ്യവസായങ്ങളെ എന്തായിട്ടുള്ളത്, ഇന്ത്യയിലെ വ്യവസായ നയപ്രമേയം ഇങ്ങനെ വ്യവസായങ്ങളെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായം, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വ്യവസായം, സർക്കാരിനും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള വ്യവസായം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1 വേർഡ് പറയാം. ഇറക്കുമതി ബദൽ എന്താണ്? ഇറക്കുമതി ബദൽ എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരം രാജ്യത്തിനകത്ത് തന്നെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇറക്കുമതി ബദൽ. അപ്പൊ ഈ ചോദ്യമാണ് ഉത്തരമായിട്ട് വരാറുള്ളത്. അതായത് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരം തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത് എന്ന് ചോദിക്കും. അതിന്റെ ഉത്തരം എന്താണ്? ഇറക്കുമതി ബദൽ. ഓക്കെ, ഇറക്കുമതി ബദൽ. ബദൽ എന്ന് പറഞ്ഞാൽ പകരം എന്നുള്ള അർത്ഥമാണ്. അതായത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരമായിട്ട് നമ്മുടെ രാജ്യത്തിൽ തന്നെ എന്ത് ചെയ്താൽ മതി, അത്തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, നമ്മളത് വിൽക്കുക, നമ്മളത് വാങ്ങുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് നമ്മുടെ രാജ്യത്തു നിന്നുള്ള പൈസ പുറത്തേക്ക് പോകാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് 2 നികുതി ഏർപ്പെടുത്തി. ഇറക്കുമതി ബദൽ എന്ന നയം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി 2 നികുതി ഏർപ്പെടുത്തി. അത് ഒന്ന് താരിഫ് എന്ന നികുതിയാണ്, രണ്ടാമത്തേത് ക്വാട്ടയാണ്. ഓക്കെ, അപ്പോൾ ഇറക്കുമതി ബദൽ സംരക്ഷിക്കുന്ന 2 നികുതികൾ, ഒന്ന് താരിഫാണ്, രണ്ടാമത്തേത്
ക്വാട്ടയാണ്. താരിഫ് എന്ന് പറയുന്നത് കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ മേൽ ചുമത്തുന്ന നികുതി, അതാണ് താരിഫ്. രണ്ടാമത്തേത് ക്വാട്ട എന്ന് പറയുന്നത് ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളുടെ അളവ് അല്ലെങ്കിൽ എണ്ണം, അതിലുള്ള നിയന്ത്രണമാണ് ക്വാട്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മക്കളെ, ഇതും മാത്രമേ വരുള്ളൂ, നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടീഡ് ആണ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കാൻ നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂടെ എന്ന് ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അതിനുവേണ്ടി ഉറപ്പ് നൽകുന്നു. ഇനി നമുക്ക് വീണ്ടും പുതിയ ഒരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.